ഈ പോരാട്ടത്തിന്റെ ഫലം എന്താകും എന്നതിൽ എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കിഴക്കൻ ഏഷ്യയിലെ 3 ദശലക്ഷം ഇന്ത്യക്കാരുടെ ശ്രമങ്ങൾ മാത്രമല്ല എന്നിൽ പ്രതീക്ഷ നിറയ്ക്കുന്നത്. ഇന്ത്യക്കകത്ത് വലിയൊരു മുന്നേറ്റം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് എന്ത് യാതനയും ത്യാഗവും സഹിക്കാൻ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായി കഴിഞ്ഞു. ഒരൊറ്റ ആഗ്രഹമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ, ഇന്ത്യക്ക് വേണ്ടി മരിക്കുക എന്ന ആഗ്രഹം മാത്രം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഹായ്, നമസ്കാരം. KRR വിഷനിലേക്ക് സ്വാഗതം. ഞാൻ KR രാജേഷ് കുമാർ. ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് വിത്ത് ദ പ്രസന്റ് ആൻഡ് ദ പാസ്റ്റ്. വർത്തമാനവും ഭൂതകാലവുമായുള്ള അനന്തമായ സംവാദമാണ് ചരിത്രം. ചരിത്രത്തിൻ്റെ വഴിത്തിരിവുകളിൽ പണ്ടെങ്ങോ സംഭവിച്ചതിൻ്റെ ആവർത്തനങ്ങളാണ് ഇന്ന് ഓരോ ദിവസവും നടക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെക്കുറിച്ച് നിഷ്പക്ഷമായ പഠനങ്ങൾ നടത്തിയ ചരിത്രകാരന്മാരിൽ പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ ഗാന്ധിയോളം പങ്കുവഹിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന കാര്യം. ജീവിച്ചിരുന്നുവെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാകുമായിരുന്ന നേതാജി വിഭജനമടക്കമുള്ള പല ഗതികളിലും രാജ്യത്തിൻ്റെ രക്ഷകനാകുമായിരുന്നുവെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. മുഹമ്മദ് അലി ജിന്നയേക്കാൾ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവായിരുന്നു നേതാജി. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപവൽക്കരിച്ചപ്പോൾ അതിൽ അണിചേരാൻ മുന്നോട്ട് വന്നവരിൽ നല്ലൊരു ശതമാനവും മുസ്ലിങ്ങളായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പുലരിക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമില്ലാതെ പോയ നേതാജി പിൽക്കാലത്തെ ചരിത്ര നിർമ്മിതികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രമാത്രം അവഗണിക്കപ്പെട്ട മറ്റൊരു ദേശീയ നേതാവില്ല. 1945 വിമാനാപകടത്തിന് ശേഷം ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായ നേതാജി എങ്ങനെ എവിടെ വെച്ച് മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ പോലും കഴിഞ്ഞ 75 വർഷമായി മാറി മാറി രാജ്യം ഭരിച്ച നമ്മുടെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. മരിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നാട്ടിലേക്ക് കൊണ്ടുവരാനോ ഡൽഹിയിൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുവാനോ ഒരു സർക്കാരും താല്പര്യമെടുത്തിട്ടുമില്ല. നേതാജിയുടെ ദുരൂഹമായ തിരോധാനവും അതിനെ തുടർന്നുണ്ടായ ഊഹാപോഹങ്ങളും കിംവദന്തികളും പിന്നീട് വന്ന അന്വേഷണ കമ്മീഷനുകളുടെ കണ്ടെത്തലുകളും നിഗമനങ്ങളും ഇവയിലൂടെയാണ് KRR വിഷൻ്റെ ഇന്നത്തെ യാത്ര. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിയുടെ പങ്കിനെക്കുറിച്ച് വിഖ്യാത ചരിത്രകാരൻ ഡോക്ടർ RC മജുംദാർ എ ഹിസ്റ്ററി ഓഫ് ബംഗാൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ കുറിക്കുന്നു: സിവിൽ നിയമലംഘന പ്രക്ഷോഭമാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന വാദത്തിന് ഒരു അടിസ്ഥാനവുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗാന്ധിജിയുടെ പ്രക്ഷോഭങ്ങൾ അവസാനിച്ചിരുന്നു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ സഹായത്തോടെ ഇവിടെ സായുധ വിപ്ലവം നടത്താൻ ഇന്ത്യൻ വിപ്ലവകാരികൾ ശ്രമിച്ചു. അന്ന് അവരതിൽ വിജയിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് INA രൂപവൽക്കരണത്തിലൂടെ നേതാജിയും അതുതന്നെയാണ് ചെയ്തത്. ഇതേ സമയത്ത് തന്നെ ഹിറ്റ്ലർ യൂറോപ്പിലും ജപ്പാൻ ഏഷ്യയിലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കുന്നുണ്ട്. 3 ഇടങ്ങളിലും വിജയിച്ചെങ്കിലും ആ യുദ്ധങ്ങൾക്ക് ബ്രിട്ടൻ നൽകിയ വൻ തിരിച്ചടികളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാവില്ല. യുദ്ധക്കുറ്റവാളികളായി പിടിക്കപ്പെട്ട INA ഭടന്മാരുടെ കുറ്റവിചാരണ ഇന്ത്യയിലുണ്ടാക്കിയ ജനവികാരവും ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി. ശിപായിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാ പട്ടാളക്കാർ മുഴുവൻ തങ്ങൾക്കെതിരാണെന്നും അവരുടെ പിന്തുണയില്ലാതെ ഇവിടെ അധികാരം നിലനിർത്താനാകില്ലെന്നും യുദ്ധങ്ങളിൽ തളർന്ന ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. അതിൽ പ്രധാനം നേതാജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാരും നാവികരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമായിരുന്നു. ഇന്ത്യ വിട്ടുപോകാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന വികാരങ്ങൾ ഇവയൊക്കെയാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതം അടുത്തറിയേണ്ടത് ചരിത്രാന്വേഷികളുടെ ഉത്തരവാദിത്തമായി മാറുന്നത് ഇതുകൊണ്ടുകൂടിയാണ്. ആയിരത്തി 1938 ആകുമ്പോഴേക്കും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട നേതാവായി സുഭാഷ് ചന്ദ്രബോസ് മാറിക്കഴിഞ്ഞിരുന്നു. ആ വർഷം ഫെബ്രുവരി 19, 21 തീയതികളിലായി ഹരിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പാർട്ടി ദേശീയ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി.
ആവശ്യമെങ്കിൽ സായുധ പോരാട്ടം വരെ നടത്തി എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നതായി പുതിയ പ്രസിഡന്റിൻ്റെ നിലപാട്. പക്ഷേ അഹിംസയുടെയും അനുരഞ്ജനത്തിൻ്റെയും വക്താവായ ഗാന്ധിജി ഇതിനെതിരായി. തുടർന്നുള്ള ഒരു വർഷം പല വിഷയങ്ങളിലും ഇരുവരും തമ്മിൽ ഭിന്നതകളുണ്ടായി. എതിർപ്പുകൾ വകവയ്ക്കാതെ രാജ്യം മുഴുവനും ഓടി നടന്ന് കോൺഗ്രസിൻ്റെ സംഘടനാശേഷി വർദ്ധിപ്പിക്കാനാണ് ആ വർഷം മുഴുവൻ ബോസ് ശ്രമിച്ചത്. ഒരു വർഷമാണ് പ്രസിഡന്റിൻ്റെ കാലാവധി. 1939 പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ട സമയമായി. ഒരു വട്ടം കൂടി പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോസ് മുൻപോട്ട് വന്നു. അപ്പോഴേക്കും കോൺഗ്രസിനുള്ളിലെ ഉൽപ്പതിഷ്ണുക്കളുടെയും ഇടതു മനോഭാവക്കാരുടെയും ശക്തനായ നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം. 1939 ജനുവരി 21 തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം മൂർച്ഛപ്പെടുത്താനുതകുന്ന പുതിയ ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും പ്രശ്നങ്ങളെയും പദ്ധതികളെയുമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്തമായ ആശയസംഹിതയുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതുണ്ട്. ജനുവരി 24 സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി എന്നീ മുതിർന്ന നേതാക്കളും 4 കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും ചേർന്ന് ബോസിന് മറുപടിയായി സംയുക്ത പ്രസ്താവന ഇറക്കി. പാർട്ടി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തന പദ്ധതികളുമൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നായി മുതിർന്ന നേതാക്കൾ. അത്തരം കാര്യങ്ങൾ രൂപപ്പെടുത്താൻ പ്രവർത്തക സമിതി അടക്കമുള്ള വിവിധ സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അധ്യക്ഷനായിരിക്കുക എന്ന ഭരണഘടനാ പദവി മാത്രമാണ് പ്രസിഡന്റിൻ്റേത് എന്ന് അവർ പറഞ്ഞു. ബോസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാൻ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം കച്ചകെട്ടി ഇറങ്ങുന്നതിൻ്റെ തെളിവായി വേണം ഈ പ്രസ്താവനയെ കാണാൻ. പ്രസിഡന്റ് പദവിക്കായുള്ള ബോസിൻ്റെ നീക്കത്തിനെ ഗാന്ധിജിയും ശക്തമായി എതിർത്തു. മൗലാന അബ്ദുൽ കലാം ആസാദിനെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. മത്സരത്തിനില്ലെന്ന് പറഞ്ഞ് ആസാദ് ഒഴിഞ്ഞു മാറിയപ്പോൾ ആന്ധ്ര നേതാവ് പട്ടാഭി സീതാരാമയ്യയെ ഗാന്ധിജി മത്സരിക്കാൻ നിർബന്ധിച്ചു. 1939 ജനുവരി 29 ജബൽപൂരിലെ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഫലം വന്നപ്പോൾ 1580 വോട്ടുകളുമായി ബോസ് ജയിച്ചു. പട്ടാഭി സീതാരാമയ്യയ്ക്ക് 1377 വോട്ടുകളെ നേടാനായുള്ളൂ. സുഭാഷിൻ്റെ വിജയത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. സീതാരാമയ്യയുടെ പേര് നിർദ്ദേശിച്ചത് ഞാനാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ പരാജയം എൻ്റേതുകൂടിയാണ്. സ്വന്തം നിലയ്ക്ക് പ്രസിഡന്റ് പദവിയിലെത്തിയ ബോസ് പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ചെയ്യേണ്ടതെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് പദവി ഏറ്റതിൻ്റെ 3-ാം മാസം ബോസിൻ്റെ അധ്യക്ഷതയിൽ കൊൽക്കത്തയിൽ AICC സമ്മേളനം നടന്നു. അപ്പോഴേക്കും പ്രവർത്തക സമിതിയിലെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും ബോസിനെതിരെ തിരിഞ്ഞിരുന്നു. മുതിർന്ന നേതൃത്വം മുഴുവൻ തനിക്കെതിരെയാണെന്ന് മനസ്സിലാക്കിയ ബോസ് പ്രസിഡന്റ് പദവി രാജിവെച്ചു. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ് പിന്നീട് ബോസ് ചെയ്തത്. ബോസിനെ ബംഗാൾ പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കിയും വരുന്ന 3 വർഷം പാർട്ടി പദവികൾ വഹിക്കുന്നത് വിലക്കുകയും ചെയ്തുകൊണ്ട് പാർട്ടി നേതൃത്വം തിരിച്ചടിച്ചു. അതോടെ ബോസും കോൺഗ്രസും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമായി. പാർട്ടിയാകുന്ന നുഖത്തിൽ നിന്ന് മോചനം നേടിയ സുഭാഷ് ചന്ദ്രബോസ് തനിച്ച് നിന്ന് ബ്രിട്ടീഷുകാരോട് പോരാടുന്ന കാഴ്ചയാണ് പിന്നീട് ഭാരതം കണ്ടത്. ബോസിൻ്റെ പോരാട്ട വീര്യത്തിൽ ആവേശം പൂണ്ട് 100 കണക്കിന് ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിചേർന്നതോടെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പുത്തൻ സേനാവിഭാഗത്തിൻ്റെ പിറവിയും സംഭവിച്ചു. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ അണുബോംബ് വർഷിച്ചത് ആ ദിവസമാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അത് ആവർത്തിച്ചു. 2ാം ലോകമഹായുദ്ധത്തിന് ഞെട്ടിപ്പിക്കുന്ന വഴിത്തിരിവ് സൃഷ്ടിച്ച ആ ബോംബ് വർഷം ജപ്പാനെ അടിമുടി തളർത്തി. ഗത്യന്തരമില്ലാതെ അവർ എതിരാളികളായ ബ്രിട്ടൻ, അമേരിക്കൻ ശക്തികളോട് അടിയറവ് പറഞ്ഞു. ജപ്പാൻ്റെ അധീനതയിലുള്ള സിംഗപ്പൂരിലായിരുന്നു ആ സമയം സുഭാഷ് ചന്ദ്രബോസ്. തൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് എക്കാലവും പിന്തുണ നൽകിയിട്ടുള്ള ജപ്പാൻ എന്ന സുഹൃത്ത് രാജ്യത്തിൻ്റെ പരാജയം തെല്ലൊന്നുമല്ല ബോസിനെ വിഷമിപ്പിച്ചത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തെ ആകുലപ്പെടുത്തി. യുദ്ധത്തിൽ ജയിച്ചതോടെ സിംഗപ്പൂരും ബ്രിട്ടൻ്റെ അധീനതയിലായിരിക്കുന്നു. ഏതു നിമിഷവും ആംഗ്ലോ അമേരിക്കൻ പട്ടാളം അതിർത്തി കടന്നെത്തി തന്നെയും കൂട്ടരെയും വകവരുത്തിയേക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി അണിചേർന്ന ആയിരക്കണക്കിന് INA ഭടന്മാരുടെ ജീവനും അപകടത്തിലാകും. സിംഗപ്പൂരിലുള്ള INA ഉന്നതോദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുകയാണ് പിന്നീട് ബോസ് ചെയ്തത്. ഡോക്ടർ MK ലക്ഷ്മിയ, AN സർക്കാർ, MZ കിയാനി, മേജർ ജനറൽ അളകപ്പൻ, കേണൽ GR നഗർ, ഹബീബുർ റഹ്മാൻ,
INAയുടെ വാർത്താവിതരണ ചുമതലയുള്ള SA അയ്യർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം ബോസ് മറുപടി പറഞ്ഞു. INA ഭടന്മാരും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സിവിലിയൻ സമൂഹവും നടത്തിയ ത്യാഗപ്രവർത്തികൾ പാഴായിക്കൂടാ. സ്വന്തം നാടിൻ്റെ മോചനത്തിനു വേണ്ടി നിങ്ങൾ ഇവിടെ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയറിയുമ്പോൾ നമ്മുടെ നാട്ടുകാർ ആവേശഭരിതരാകും. അത് സ്വാതന്ത്ര്യ സമരത്തിനും വലിയ ഊർജം പകരും. തുടർന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. താൻ ഉൾപ്പെടുന്ന INA സൈനിക നേതൃത്വം പ്രത്യേക വിഭാഗമായി കീഴടങ്ങുക. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പിറ്റേ ദിവസം തന്നെ ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോവിലേക്ക് പോകുമെന്നും ബോസ് പറഞ്ഞു. അതിനു മുന്നോടിയായി ഇപ്പോൾ ആസാദ് ഹിന്ദ് സർക്കാരിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കോക്കിലേക്ക് നീങ്ങാൻ എല്ലാവരും തീരുമാനിച്ചു. 1945 ഓഗസ്റ്റ് 15 ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ രാഷ്ട്രത്തലവനും INAയുടെ സർവ്വസൈന്യാധിപനും എന്ന നിലയിൽ നേതാജി ഭാരതീയർക്കും യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും ഒരു സന്ദേശം നൽകി. ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ അവസാനത്തെ സന്ദേശമായിരുന്നു അത്. സഹകരിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. മറ്റൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനായി കാത്തിരിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധത്തിൽ തോൽവി സംഭവിച്ചതോടെ ബാങ്കോക്കിൽ നിന്ന് ജപ്പാനിലേക്കുള്ള വ്യോമഗതാഗതം താറുമാറായി. ബോസിനെയും സംഘത്തെയും ടോക്കിയോവിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ബാങ്കോക്കിൽ അവശേഷിക്കുന്ന ജപ്പാൻ സൈനിക ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തെങ്കിലും വിമാനങ്ങളില്ലാത്തത് തിരിച്ചടിയായി. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു വിമാനവും പറത്തരുതെന്ന് ബ്രിട്ടീഷ് പട്ടാളം ജപ്പാന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും മിത്സുബിഷി KI-21 എന്നൊരു ചെറു ബോംബർ വിമാനം അന്നേ ദിവസം ടോക്കിയോവിലേക്ക് പറക്കുന്നുണ്ട്. 2 സീറ്റുകൾ അതിൽ ഏർപ്പാട് ചെയ്യാമെന്ന് ജപ്പാൻ പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടാള ഉദ്യോഗസ്ഥൻ ഹബീബുർ റഹ്മാനെ ഒപ്പം കൂട്ടി ആ ബോംബർ വിമാനത്തിൽ ജപ്പാനിലേക്ക് പറക്കാൻ നേതാജി തീരുമാനിച്ചു. ഓഗസ്റ്റ് 17 പകൽ 4:30 ബോസിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ടോക്കിയോവിലേക്ക് തിരിച്ചു. രാത്രി 7 മണിയോടെ വിമാനം തെക്കൻ വിയറ്റ്നാം തീരത്തുള്ള ദാനാങ് എയർപോർട്ടിൽ ഇറങ്ങി. രാത്രിയാത്ര അപകടകരമായതിനാൽ അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ യാത്ര തുടരാൻ ധാരണയായി. ഓഗസ്റ്റ് 18 ഉച്ചയോടെ വിമാനം ഫോർമോസയിലെ തായ്ഹോക്കു മത്സ്യുയാമ എയർപോർട്ടിൽ ഇറങ്ങി. വിമാനത്തിന് ഇന്ധനവും യാത്രികർക്ക് അല്പം വിശ്രമവും നൽകാനായിരുന്നു ആ ഇടവേള. ഇപ്പോഴത്തെ തായ്വാൻ തലസ്ഥാനമായ തായ്പേയിയുടെ മുൻപത്തെ പേരാണ് ഫോർമോസ. കൃത്യം 2:30 തന്നെ യാത്ര പുനരാരംഭിച്ചു. റൺവേയിൽ നിന്നുയർന്ന് അല്പനിമിഷം കഴിയുമ്പോഴേക്കും വലിയൊരു ശബ്ദം കേട്ട് വിമാനത്തിലുണ്ടായിരുന്ന ഹബീബുർ റഹ്മാൻ പുറത്തേക്ക് നോക്കി. വിമാനത്തിന്റെ പ്രൊപ്പലറും പോർട്ട് എഞ്ചിനും മുറിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ വിമാനം പമ്പരം പോലെ തിരിഞ്ഞ് താഴേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം മൂക്ക് കുത്തിക്കൊണ്ട് മണ്ണിൽ തറച്ചു വീണു. മുൻഭാഗത്ത് അപ്പോഴേക്കും തീയാളി തുടങ്ങി. ടാങ്ക് പൊട്ടി ഇന്ധനമാകെ ഒഴുകിപ്പരുന്ന വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായി ഹബീബിന്റെ ശ്രമം. മുന്നിൽ ഇന്ധനത്തിൽ കുളിച്ചു നിൽക്കുന്ന നേതാജി. തലയിൽ വലിയൊരു മുറിവുണ്ട്. തീ ആളിപ്പടരുന്ന വിമാനവാതിൽ ചവിട്ടി തുറന്ന് ഇരുവരും എങ്ങനെയോ നിലത്തിറങ്ങി. അപ്പോഴേക്കും നേതാജിയുടെ ശരീരത്തിലും മുടിയിലുമൊക്കെ തീ പിടിച്ചു കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അവസാന ശ്വാസം വരെ രാജ്യത്തിന്റെ മോചനത്തിനായി പോരാടുകയായിരുന്നു ഞാനെന്ന് നിങ്ങൾ ഇന്ത്യക്കാരെ അറിയിക്കണം. പോരാട്ടം തുടരാൻ അവരോട് ആവശ്യപ്പെടണം. ഏറെ താമസിയാതെ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നേതാജി പിന്നിലേക്ക് ബോധം മറഞ്ഞു വീണു. അരമണിക്കൂർ കൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ മുഴുവൻ അടുത്തുള്ള നാൻമോൺ മിലിറ്ററി ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തര ചികിത്സകൾ നടത്തിയെങ്കിലും രാത്രി 9 മണിയോടെ സുഭാഷ് ചന്ദ്രബോസ് അന്ത്യശ്വാസം വലിച്ചു. 2 ദിവസത്തിന് ശേഷം തായ്പേയിലെ പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. ചിതാഭസ്മം പേടകത്തിലാക്കി ജപ്പാൻ സൈനികർ ടോക്കിയോവിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള റങ്കോജി ബുദ്ധക്ഷേത്രത്തിൽ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വസനും അന്ത്യയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നയാളുമായ ഹബീബുർ റഹ്മാന്റെ മൊഴിയാണിത്. ബോസിന്റെ അന്ത്യം ഇങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കഴിഞ്ഞ 79 വർഷങ്ങളായി തർക്കം തുടരുന്നു എന്നത് മറ്റൊരു കാര്യം. വിമാനാപകടത്തിന് 5 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 23 ജപ്പാനിലെ ഡൊമൈ വാർത്താ ഏജൻസിയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്. പിറ്റേ ദിവസം ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും ഇത് വാർത്തയായി. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവാർത്ത അത്യന്തം ഞെട്ടലോടെയാണ്
ഇന്ത്യൻ ജനത സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദേശമായ ബംഗാളിൽ ഈ വിയോഗ വിവരം ഏറെ കൂളിളക്കം സൃഷ്ടിച്ചു. തെരുവുകളിലെല്ലാം അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അമൃത്സറിലും അഹമ്മദാബാദിലും ആരുടെയും ആഹ്വാനമില്ലാതെ വ്യാപാരികൾ കടകമ്പോളങ്ങൾ അടച്ചിട്ട് ഹർത്താൽ നടത്തി. കറാച്ചിയിലെ ജനങ്ങൾ ഓഗസ്റ്റ് 26-ന് സുഭാഷ് ചന്ദ്രബോസ് ദിനമായി ആചരിച്ചു. അപ്പോഴും ഈ വാർത്ത കണ്ണുമടച്ച് വിശ്വസിക്കാൻ പലരും തയ്യാറായില്ല. ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യത്തിന്റെ കണ്ണു വെട്ടിച്ച് സുഭാഷിനെ ഒളിവിൽ പാർപ്പിക്കാൻ ജപ്പാൻ സർക്കാർ പടച്ചുവിട്ട ഒരു നുണക്കഥയല്ലേ ഈ വിമാനാപകടമെന്ന് ചിലരെങ്കിലും സംശയിച്ചു. സുഭാഷിനെ മരണം തട്ടിയെടുത്ത വിമാനാപകട വാർത്തയെക്കുറിച്ചും തുടക്കം മുതൽക്കേ സംശയങ്ങൾ ഉയർന്നു. പല കാലങ്ങളിലെ പുറത്തു വന്ന തെളിവുകളും സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യവുമെല്ലാം അങ്ങനെ ഒരു വിമാനാപകടമേ നടന്നിട്ടില്ല എന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബോസ് മരിച്ചതിന് 4 ദിവസങ്ങൾക്ക് ശേഷം സൈഗോൺ എയർപോർട്ടിനടുത്ത് അദ്ദേഹത്തെ ജീവനോടെ കണ്ടുവന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ ആൽഫ്രഡ് വാഗിന്റെ വെളിപ്പെടുത്തലാണ് ഇത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ചിക്കാഗോ ട്രിബ്യൂണിന്റെ ന്യൂഡൽഹി ലേഖകനായിരുന്ന ആൽഫ്രഡ് വാഗ് അമേരിക്കൻ പട്ടാളക്കാരോടൊപ്പം യുദ്ധ റിപ്പോർട്ടിങ്ങിനായി സൈഗോണിൽ എത്തിയപ്പോഴാണ് ബോസിനെ കണ്ടത്. ഗാന്ധിജി മുതൽ താഴേക്കുള്ള എല്ലാ ഇന്ത്യൻ നേതാക്കളോടും ബോസിനെ ജീവനോടെ കണ്ട കാര്യം വാഗ് പറഞ്ഞു. 1945 മുതൽ 46 വരെയുള്ള കാലയളവിൽ പലയിടങ്ങളിൽ വെച്ച് ഗാന്ധിജി ബോസിന്റെ ചരമവാർത്ത തള്ളിക്കളഞ്ഞു. സുഭാഷിന്റെ ചിതാഭസ്മം ആരെങ്കിലും കാണിച്ചു തന്നാൽ പോലും അദ്ദേഹം മരണപ്പെട്ടുവെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. 1945 ഡിസംബർ 30-ന് തന്നെ വന്നു കണ്ട ബോസ് അനുയായികളോട് മഹാത്മാഗാന്ധി പറഞ്ഞു. വിമാനാപകടം എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബോസ് സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നതാണെന്ന നിഗമനത്തിന് ബലം കൂടിക്കൊണ്ടിരുന്നു. അത് തെളിയിക്കുന്നതിനുള്ള ചില രേഖകൾ പുറത്തു വരികയും ചെയ്തു. 1944 നവംബറിൽ ടോക്കിയോവിലെ സോവിയറ്റ് സ്ഥാനപതി ജേക്കബ് മാലിക്കിനെ ചെന്ന് കണ്ട ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 1944 ഡിസംബറിൽ ബോസ് റഷ്യയിലേക്ക് രഹസ്യ സന്ദർശനം നടത്തിയതായും സൂചനകൾ ലഭിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീക്കാനായി ഇന്റലിജൻസ് ബ്യൂറോ, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കീഴിലുള്ള സിയാറ്റിക്, അമേരിക്കൻ പട്ടാളത്തിന്റെ കൗണ്ടർ ഇന്റലിജൻസ് കോർ എന്നീ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂട്ടായ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്ന് അക്കാലത്തെ പട്ടാള രേഖകളിൽ നിന്ന് വ്യക്തമാകും. ബംഗാൾ കേഡറിൽ നിന്നുള്ള IB അസിസ്റ്റന്റ് ഡയറക്ടർ ഫിലിപ്പ് ഫിന്നി, ജപ്പാനിലെ ബ്രിട്ടീഷ് സൈനിക യൂണിറ്റിലെ ലഫ്റ്റനന്റ് കേണൽ ജോൺ ഫിക്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നത്. ബോസിന്റെ മരണത്തെക്കുറിച്ച് വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവർ ജപ്പാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്ത്യനാളുകളിലെ ബോസിന്റെ നീക്കങ്ങളുടെ സമയക്രമം പട്ടികയാക്കി അയക്കുകയാണ് ജപ്പാൻ ചെയ്തത്. കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് IB ഫിലിപ്പ് ഫിന്നിയെ അന്വേഷണങ്ങൾക്കായി ബാങ്കോക്കിലേക്ക് പറഞ്ഞയച്ചു. 1945 ഒക്ടോബർ 5-ന് ഫിന്നി തന്റെ ആദ്യ റിപ്പോർട്ട് ഇന്ത്യയിലേക്ക് അയച്ചു. ബോസ് മരണപ്പെട്ടുവെന്ന് ബാങ്കോക്കിലെ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. റഷ്യയിലേക്ക് കടന്നുവെന്നാണ് ഇവിടങ്ങളിലെ പ്രചാരണം. അവസാന യാത്രയ്ക്ക് തിരിക്കുമ്പോൾ ബോസിന്റെ പക്കൽ 4 ഇരുമ്പ് പെട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടവരുണ്ട്. സുമാർ 50 പൗണ്ട് വീതം തൂക്കമുണ്ടായിരുന്ന ആ പെട്ടികളിൽ നിറയെ സ്വർണമാണെന്നാണ് സൂചന. കീഴടങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ടോക്കിയോവിലേക്ക് പോകുന്നയാൾ സ്വർണം കയ്യിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ഫിന്നി ചോദിക്കുന്നു. അന്വേഷണത്തിൽ ഫിന്നിയെ സഹായിക്കാൻ ഇന്ത്യക്കാരനായ IB ഉദ്യോഗസ്ഥൻ ബക്ഷി ബദ്രിനാഥും ബാങ്കോക്കിലേക്ക് തിരിച്ചു. ബോസിന്റെ കോൺഫിഡൻഷ്യൽ സെക്രട്ടറിയും മലയാളിയുമായ മേജർ ഭാസ്കരൻ മേനോനെ വിശദമായി ചോദ്യം ചെയ്ത ബദ്രിനാഥ് ഒക്ടോബർ 17-ന് അതിന്റെ റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയച്ചു. അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപേ താൻ വിമാനമാർഗം ദൂരയാത്രയ്ക്ക് തിരിക്കുകയാണെന്ന് ബോസ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നുവെന്ന് ഭാസ്കരൻ മേനോൻ പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെല്ലാം ചെറിയ സമ്മാനങ്ങൾ നൽകിയ ബോസ് നിറകണ്ണുകളോടെയാണ് യാത്ര പറഞ്ഞത്. ആർക്കറിയാം വിമാനാപകടത്തിൽ ഞാൻ കൊല്ലപ്പെടുമോ എന്ന് എന്നും മേനോനോട് സൂചിപ്പിച്ചിരുന്നു. വരാനിരിക്കുന്ന വിമാനാപകടത്തെക്കുറിച്ച് ബോസിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ബദ്രിനാഥ് അഭിപ്രായപ്പെടുന്നു. ബാങ്കോക്കിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് മടങ്ങുന്നതിന്റെ തലേദിവസം അന്വേഷണത്തിന് വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷിയെ ഫിലിപ്പ് ഫിന്നിക്ക് ലഭിച്ചു. ഓഗസ്റ്റ് 16-ന് ബോസും ജപ്പാൻ സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത രഹസ്യ യോഗത്തിലുണ്ടായിരുന്ന കിൻജി വാത്താനാബെ എന്ന ദ്വിഭാഷിയായിരുന്നു അത്. ബോസും ജാപ്പനീസ് സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഭാഷണങ്ങൾ മൊഴിമാറ്റം ചെയ്യാനായി ബാങ്കോക്കിലെ ജപ്പാൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന കിൻജി നിയോഗിക്കപ്പെട്ടിരുന്നു. ഇസോഡ എന്ന
ജാപ്പനീസ് ലഫ്റ്റനന്റ് ജനറലിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു ബോസുമായുള്ള കൂടിക്കാഴ്ച. അവിടെ എത്തിയ കിൻജി കണ്ടത് ദ്വിഭാഷിയുടെ സഹായമില്ലാതെ ഇസോഡയും ബോസും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുന്നതാണ്. റഷ്യയിലെ മഞ്ചൂരിയയിലേക്ക് ബോസിനെ എത്തിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് അവിടെ നടന്നതെന്ന് കിൻജി പറയുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തോട് അനുഭാവം പുലർത്തുന്ന ഏത് രാജ്യവുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് ചർച്ചയിൽ ബോസ് വ്യക്തമാക്കുകയും ചെയ്തു. കിൻജി വാത്താനാബെ ഫിലിപ്പ് ഫിന്നിക്ക് നൽകിയ മൊഴിയുടെ പകർപ്പ് ന്യൂഡൽഹിയിലെ നാഷണൽ ആർക്കൈവ്സിൽ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ബാങ്കോക്കിലെ അന്വേഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം ഇന്റലിജൻസ് ഏജൻസികൾക്ക് ബോധ്യമായി: ബോസ് മരിച്ചിട്ടില്ല. എന്നാൽ അക്കാര്യം തെളിയിക്കാനോ ബോസ് എവിടെയുണ്ടെന്ന് കണ്ടെത്താനോ സഹായിക്കുന്ന യാതൊരു സൂചനയും ലഭിക്കാത്തത് അവരെ നിരാശയിലാഴ്ത്തി. അന്ത്യനിമിഷങ്ങളിൽ ബോസിനൊപ്പമുണ്ടായിരുന്ന ഹബീബുർ റഹ്മാനെ ചോദ്യം ചെയ്യാനായി പിന്നീടുള്ള ശ്രമം. വിമാനാപകടം നടന്ന ഫോർമോസയിൽ തന്നെ കഴിയുകയായിരുന്ന ഹബീബിനെ കസ്റ്റഡിയിലെടുത്ത് സൈനിക വിമാനത്തിൽ നവംബർ 23-ന് ഡൽഹിയിലെത്തിച്ചു. ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും ബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാദത്തിൽ തന്നെ ഹബീബ് ഉറച്ചു നിന്നു. നിർണായകമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല എന്നായിരുന്നു ഹബീബിന്റെ മറുപടി. ബാങ്കോക്കിലെ യോഗത്തിൽ ബോസിനെ റഷ്യയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നിരുന്നുവെന്ന കാര്യം ഹബീബ് സമ്മതിച്ചു. എന്നാൽ ജപ്പാനും റഷ്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലാത്തതിനാൽ അത് വേണ്ടെന്ന് വെച്ചുവെന്നും ഹബീബ് പറഞ്ഞു. മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാനായി 1946 ഏപ്രിൽ 9-ന് ഫിലിപ്പ് ഫിന്നിയും സഹപ്രവർത്തകരും യോഗം ചേർന്നു. റഷ്യയിലേക്ക് കടക്കാൻ ബോസും കൂട്ടരും മാസങ്ങളായി ശ്രമം നടത്തി വരികയായിരുന്നുവെന്ന് പല ഭാഗങ്ങളിൽ നിന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഹബീബുർ റഹ്മാൻ അടക്കമുള്ള ബോസിന്റെ സഹപ്രവർത്തകർ കളവ് പറയുകയോ സത്യം മറച്ചുവെക്കുകയോ ചെയ്യുന്നു. ബോസ് മരിച്ചിട്ടില്ല എന്ന് തന്റെ ഉപബോധ മനസ്സ് പറയുന്നു എന്ന ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലും ദുരൂഹതകളുണ്ട്. ബോസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതുകൊണ്ടാണ് ഗാന്ധി ഇപ്രകാരം ഉറപ്പിച്ചു പറയുന്നത്. ബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട തായ് ഹോക്കുവിൽ അടക്കം വിശദമായ അന്വേഷണം നടത്തിയാലേ സത്യം പുറത്തു വരികയുള്ളൂവെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫിലിപ്പ് ഫിന്നി തന്റെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നത്. നേതാജിയുടെ തിരോധാനം യാഥാർത്ഥ്യമെന്ത് എന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ രണ്ടാം ഭാഗവുമായി വീണ്ടും നിങ്ങളുടെ മുൻപിലെത്തുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം.